എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ്, എല്ലാ വീട്ടിലും കാണും തീപ്പെട്ടി കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കത്താതെ വരും. അതിൻ്റെ സൈഡ് ചിലപ്പം തണുത്ത് പോകുന്നതും അതുപോലെ സൈഡിലുള്ള ആ മരുന്നൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് കത്താതെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ അത് പോകാതിരിക്കാനും ഇത് തണുത്ത് പോകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത്. കുറച്ച് വാസലിൻ എടുത്തിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലുള്ള ആ മരുന്ന് പോവുകയില്ല, അതുപോലെ തന്നെ തീപ്പെട്ടി തണുത്ത് പോവുകയില്ല കേട്ടോ. ചിലപ്പോൾ വെള്ളമൊക്കെ വീണിട്ട് ഇത് തണുത്ത് പോകാൻ ചാൻസ് ഉണ്ടെങ്കിലും വെള്ളം വീഴുന്ന സമയത്ത് ഈ വാസലിൻ തേച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ പിടിക്കുകയില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വാസലിൻ തേച്ച് കൊടുത്തുകൊണ്ട് ഇത് കത്താതിരിക്കുമെന്നൊന്നും ഡൗട്ടൊന്നുമില്ല. ഇത് നമ്മൾ കത്തിച്ച് കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കത്താനും സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീട്ടിൽ തീപ്പെട്ടി ഇരിപ്പുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ കുറച്ച് വാസലിൻ തേച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ടിപ്പ്, നമ്മൾ ഗ്യാസ് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യുമ്പോൾ ഈ ഒരു ഇതിൽ നല്ല ടൈറ്റായി കാണാറുണ്ടല്ലേ. ചിലപ്പോൾ മേളിലോട്ട് നമ്മൾ തിരിക്കുമ്പോഴൊക്കെ നല്ലപോലെ ടൈറ്റായിട്ടാണ് മേളിലോട്ട് തിരിഞ്ഞു വരുന്നത്. അപ്പോൾ ഒരുപാട് ബലം നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ റെഗുലേറ്റർ തന്നെ മാറ്റേണ്ടത് വരും. അത് പൈസ നഷ്ടവുമാണ്. ഇത് ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, എന്നാലും ചില സമയത്ത് ഇത് നമുക്ക് തിരിച്ചിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു വരാതിരിക്കും അല്ലേ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റെഗുലേറ്റർ കറക്റ്റായിട്ടാണോ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എന്നിട്ടും തിരിഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിനകത്തുള്ള ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് ചിലപ്പം തുരുമ്പൊക്കെ പിടിച്ചത് കൊണ്ടായിരിക്കാം. ഒരു ചെറിയ ബഡ്സിൽ ഇതുപോലെ കുറച്ച് വാസലിൻ എടുത്തിട്ട് ആ ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബഡ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനുള്ളിലേക്ക് കടന്നു പോകും. അപ്പോൾ ഇതുപോലെ തേച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലതാണ് കേട്ടോ ഇതുപോലെ വാസലിൻ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും ചെളിയോ കരടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ റെഗുലേറ്ററൊക്കെ ഒന്ന് ടൈറ്റായിട്ടിരിക്കുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഓഫാക്കാനും ഓണാക്കാനും സാധിക്കുന്നതാണ്. അടുത്ത ടിപ്പ്, നമ്മളെല്ലാം വീട്ടിൽ മീനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ആ പാത്രത്തിൽ എണ്ണ ഇതുപോലെ മിച്ചം വരും അല്ലേ. മിക്കപ്പോഴും നമ്മളിത് വാഷ് ബേസിനകത്ത് ഒഴിച്ച് കഴുകിയാണ് പതിവ്. അങ്ങനെ കഴുകുന്ന സമയത്താണ് നമ്മുടെ വാഷ് ബേസൊക്കെ ബ്ലോക്ക് ആകാൻ ചാൻസ് കൂടുതലുള്ളത്. എണ്ണമയം അതിനകത്ത് അടിഞ്ഞു കൂടി ഇരുന്നിട്ട് ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ എണ്ണമയം വാഷ് ബേസിനകത്തൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനിപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ട് ബാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടെങ്കിൽ അതെടുത്താൽ മതി. അല്ലെങ്കിൽ 1-2 സ്പൂണ് ഗോതമ്പ് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണ നല്ലപോലെ ഇതിനകത്തേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് കൂടെ ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇതാക്കിയെടുക്കാം. അപ്പോൾ ഫിഷൊക്കെ വറുത്ത എണ്ണ നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുകയില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ കളയുന്നത് വാഷ് ബേസിലായിരിക്കും മിക്കവാറും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അതാണ് വാഷ് ബേസൊക്കെ ബ്ലോക്ക് ആകാൻ വേണ്ടിയിട്ടുള്ള പ്രധാന കാരണം. അപ്പോൾ ഇതുപോലെ ഞാനിതൊന്ന് കോട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പഴയ ന്യൂസ് പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ഇതിനകത്തുനിന്ന് മാറ്റിയിട്ട് വേസ്റ്റ് ബക്കറ്റിലേക്ക് ഇട്ടാൽ മതിയല്ലോ. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പേപ്പർ വെച്ചിട്ട് ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് വേണമെങ്കിലും തുടച്ചെടുക്കാം. എന്നിട്ട് ആ പേപ്പർ കളഞ്ഞാൽ മതിയില്ല. അതിന് ശേഷം ഇത് വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. എണ്ണ മെഴുക്കൊന്നും നമ്മുടെ കയ്യിലും പറ്റില്ല, വേറെ പാത്രങ്ങളിലോ വാഷ് ബേസിലോ ഒന്നും ആകുകയില്ല കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ്, നമ്മൾ തക്കാളിയൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കേടായി പോകാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഇതിനായിട്ട് ഞാൻ കുറച്ച് വാസലിൻ എടുത്തിട്ട് ഈ തക്കാളിയുടെ പുറത്ത് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പുറത്ത് തക്കാളിയുടെ പുറത്ത് വാസലിൻ പുരട്ടി കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഞെടുപ്പിൻ്റെ ഭാഗത്തും കുറച്ച് തേച്ച് കൊടുക്കുക. ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം നാൾ തക്കാളി കേടാകാതെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ചില്ലെങ്കിലും കുറച്ച് ദിവസമൊന്നും ഒരു കേടും ഇല്ലാതെ തന്നെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ്, നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കുമല്ലേ പെട്ടെന്ന് തന്നെ ഗ്യാസ് തീർന്നു പോകുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഇത് ഗ്യാസ് ഊറ്റി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ടെൻഷനായിരിക്കും. വേറെ ആൾക്കാർ വീട്ടിൽ വരാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് ഓപ്പൺ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതുപോലൊരു ഫോർക്ക് വെച്ച് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്ത ടിപ്പിനായിട്ട് ഒരു ചീപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഡബിൾ സൈഡ് ടേപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ചീപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്.
വീട്ടമ്മമാർക്ക് ഒരുപാട് ഹെൽപ്പ് ആവുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേളിലുള്ള ടേപ്പും കൂടെ എടുത്ത് മാറ്റി കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് തിരിച്ച് ചീപ്പിലേക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ലപോലെ അവിടെ ടൈറ്റ് ആയിട്ടിരുന്നോളും. ഇത് ഉപയോഗിക്കുന്നത് ചൂലൊന്നും കിടക്കാൻ പറ്റാത്ത ചെറിയ സ്പേസ് ഉള്ള സ്ഥലങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും പൊടിയും വലയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ അതിലേക്ക് വലയോ അതുപോലെയുള്ളതെല്ലാം പെട്ടെന്ന് പിടിച്ചെടുക്കും. നമുക്ക് തുണിയുടെയോ വെള്ളത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ ഫ്രിഡ്ജിൻ്റെ ഒക്കെ ബാക്ക് സൈഡും ഇത് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ അവിടെ പിടിച്ചിരിക്കുന്ന മാറാലയും പൊടിയും ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും നല്ലപോലെ പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പായിരിക്കും ഇത്. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.